എട്ടാമത്തെ യൂണിറ്റിൽ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യം ചെയ്തത്, നമ്മുടെ ഗവൺമെൻറ് ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ടെക്നോളജിക്കൽ മെഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹരിത വിപ്ലവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പെട്ടതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹരിത വിപ്ലവം. അതിലത്തെ കുറഞ്ഞ പോയിൻറ്റ്സാണ് ശരിക്കും ഇവിടെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന കാര്യം ടെക്നോളജിക്കൽ മെഷർ, അതായത് ടെക്നോളജികൾ, ഈ കൃഷിയിലേക്ക് ടെക്നോളജികൾ അപ്ലൈ ചെയ്യാനുള്ള ഫെസിലിറ്റികൾ സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ, നമ്മുടെ ജലസേചന സൗകര്യം, നല്ല ഉൽപ്പാദനശേഷിയുള്ള വിത്തുകൾ, മെഷീനറികൾ, ടൂൾസുകൾ, ഇതൊക്കെ ഫാമേഴ്സിന് നൽകുക. അത് നൽകാന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നൽകുന്നുണ്ടാകും, അവർക്ക് അതിനുള്ള സിമ്പിളായിട്ട് ലോൺ ഫെസിലിറ്റി ചെയ്തു കൊടുക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അവർക്കതിന് സബ്സിഡി കൊടുത്തിട്ട് പല നിലക്കുള്ള ടെക്നോളജിക്കൽ മെഷർ എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തിട്ട് കൃഷിയെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് റിഫോംസ് നടത്തി എന്ന് പറഞ്ഞാൽ കൃഷിഭൂമി കർഷകർക്ക്, പണ്ടത്തെ ജന്മി സമ്പ്രദായം ഒഴിവാക്കിയിട്ട് ജന്മികളിൽ നിന്ന് ഭൂമിയൊക്കെ പിടിച്ചെടുത്തിട്ട് കർഷകർക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇന്ത്യ നടപ്പിലാക്കി. ഇൻഡസ്ട്രിയൽ മെഷർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷർ എന്ന് പറഞ്ഞാൽ പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടാക്കി. നബാർഡ് പോലത്തെ, റൂറൽ ബാങ്കുകൾ പോലത്തെ പല കർഷകർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവർക്ക് സിമ്പിളായിട്ട് 4%, 2%-ത്തിനൊക്കെ പലിശക്കൊക്കെ ലോണ് പറ്റുന്ന രൂപത്തിൽ പല ബാങ്കുകൾ, അത് പ്രധാനപ്പെട്ടതാണ് നബാർഡ്, റൂറൽ ബാങ്കുകൾ, അതേപോലെ തന്നെ പല മാർക്കറ്റിംഗ് ഫെഡറേഷനുകൾ, നമ്മുടെ മിൽമ പുറത്തൊക്കെ കൺസ്യൂമേഴ്സ് ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുപോലെ താങ്ങുവിലകൾ, നമ്മളെപ്പോഴും കേൾക്കലുണ്ട്, തെങ്ങിനൊക്കെ താങ്ങുവില പ്രഖ്യാപിച്ചു, നെല്ലിന് താങ്ങുവില, അതായത് സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ വില എത്ര കുറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, ഗവൺമെൻറ് ഇപ്പം നെല്ലിന് 21 രൂപ ഗവൺമെൻറ് തരും 1 കിലോക്ക് എന്ന് ഗവൺമെൻറ് പറയും. അങ്ങനെ കർഷകർക്ക് ആശ്വാസമാണല്ലോ, വില ഇടിഞ്ഞാലും അവർ പേടിക്കേണ്ടല്ലോ. അതുപോലെ തന്നെ അവർക്ക് വിത്ത് വാങ്ങാനും മെഷീനറി വാങ്ങാനൊക്കെ സബ്സിഡി കൊടുക്കാൻ തുടങ്ങി. റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, അതായത് ഗ്രാമത്തിലുള്ള ആളുകൾക്ക് വ്യത്യസ്ത സ്കില്ലുകൾ പഠിപ്പിച്ചു കൊടുത്തു. എംബ്രോയ്ഡറി ആയിട്ടും, വേവിംഗ് ആയിട്ടും, ടൈലറിംഗ് ആയിട്ടും, മെക്കാനിക്സ്, ഇലക്ട്രോണിക് ആയിട്ട് ഫാമേഴ്സിന് പല ട്രെയിനിങ്ങൾ കൊടുത്തു. കാരണം ഫാമേഴ്സിന് നിശ്ചിത കാലത്തെ, ഈ മഴയുള്ള കാലത്തെ കൃഷി ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള കാലത്ത് അവർ വെറുതെ ഇരിക്കണം. അപ്പോൾ പല എംപ്ലോയ്മെൻറ്റ് സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തു. അവർക്ക് പല ഡ്യൂട്ടീസും ഒഴിവാക്കി കൊടുത്തു.